സർ, ക്യാപ്കോൺ സെൻറ്റർ എന്ന ഈ ഒരു പ്രോജക്റ്റ് സക്സസ് ആവുന്നതിലൂടെ ഒരുപാട് ബിസിനസ് പേഴ്സണാലിറ്റീസിന് അല്ലെങ്കിൽ വളർന്നു വരാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് എല്ലാം ഒരു ഇൻസ്പിറേഷൻ ആയിരിക്കും. കാരണം ഇതുപോലുള്ളൊരു നാട്ടിൻ പുറത്ത് ഇത്രയും കോടി രൂപയുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിക്കഴിഞ്ഞാലും അത് നിങ്ങൾക്ക് തിരിച്ച് കിട്ടും, അല്ലെങ്കിൽ അത് സക്സസ്ഫുൾ പ്രൊജക്റ്റായി മാറ്റാം എന്നുള്ള ഒരു വലിയൊരു സക്സസ് സ്റ്റോറി തന്നെയായിരിക്കും ഈ ഒരു പ്രോജക്റ്റ് ഫുൾഫിൽ ആകുന്ന സമയത്ത് ഉണ്ടാകുന്നത്. അപ്പോൾ ആ ഒരു എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു റിസ്ക് എടുക്കാൻ സാർ തയ്യാറായത്? നമ്മുടെ നാടിൻ്റെ ഡെവലപ്മെൻറ്റ് നമ്മുടെ എല്ലാവരും ഒരു ഡ്രീമാണ്. അപ്പം നമ്മളെ ഏറ്റവും മനോഹരമായ ഒരു ഗ്രാമം നമ്മളെ കയ്യിലുണ്ട്. ഈ ഒരു ഗ്രാമത്തിന് അനുയോജ്യമായ രീതിയിൽ ഇതിൻ്റെ ഡെവലപ്മെൻറ്റ് അനുയോജ്യമായ രീതിയിൽ ഇതിൻ്റെ പ്രകൃതി ഭംഗി ഒരിക്കലും നഷ്ടപ്പെടുത്താത്ത രൂപത്തിൽ ഏറ്റവും മനോഹരമായ ഒരു സിറ്റി പണിയുക എന്നുള്ളതായിരുന്നു നമ്മുടെ ലക്ഷ്യം. അപ്പോൾ അതിൽ ഞങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ സിംഗപ്പൂർ, മലേഷ്യ എന്നീ രാജ്യങ്ങൾ നിരന്തരമായി സന്ദർശിച്ച് അവിടുത്തെ ഏറ്റവും സക്സസ്ഫുള്ളായ ഒരുപാട് പ്രൊജക്റ്റുകൾ കേസ് സ്റ്റഡീസ് നടത്തി അവിടുത്തെ ഏറ്റവും വിദഗ്ധരായ ആർക്കിടെക്ട്സ്, എഞ്ചിനീയേഴ്സ് അവരുടെയൊക്കെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇതിൻ്റെ ഒരു മാസ്റ്റർ പ്ലാൻ നമ്മൾ വിഭാവനം ചെയ്ത് വെച്ചത്. ഈ ഒരു മാസ്റ്റർ പ്ലാൻ ഞങ്ങൾ നെക്സ്റ്റ് 20 ഇയേഴ്സ് മുന്നോട്ട് കണ്ടുകൊണ്ടാണ് ഇതിൻ്റെ ഒരു മാസ്റ്റർ പ്ലാൻ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ 100% നമുക്ക് കോൺഫിഡൻസ് ഉണ്ട്. നമുക്ക് ഈ ഒരു ഏറ്റവും മനോഹരമായ ഈ ഒരു ഗ്രാമത്തിനെ ഒരു അടുത്തൊരു ലെവലിലേക്ക് മാറ്റാനും ഈ ഒരു പ്രകൃതി ഭംഗി ഒരിക്കലും നഷ്ടപ്പെടുത്താതെ ഒരുപാട് വേർട്ടിക്കൽ ഡെവലപ്മെൻറ്റിൽ കൂടി നമ്മൾ ഒരുപാട് പേര് ഒരു ഫാമിലി ഒരുപാട് പേരുടെ ഒരു ലൈഫിലെ ഏറ്റവും വലിയ ഡ്രീമായിട്ടുള്ള ഒരു ഡെസ്റ്റിനേഷനും അതോടൊപ്പം ഇൻ്റർനാഷണൽ ഫെസിലിറ്റീസും ഒരുമിച്ച് ചേർന്ന് ഒരു പുതിയൊരു നഗരം, ആ നഗരത്തിലൊരു ഗ്രാമം, ആ ഗ്രാമത്തിൽ ഏറ്റവും മനോഹരമായ അവരുടെ വീടിനോട് ചേർന്ന് ഒട്ടനവധി റെസിഡൻഷ്യൽ, കൊമേഴ്ഷ്യൽ, ഹോസ്പിറ്റാലിറ്റി ആൻഡ് എൻ്റർടൈൻമെൻറ്റ് ഫെസിലിറ്റീസ് ഒരുമിച്ച് ചേരുന്ന ഒരു വേദി ഒരുക്കുക എന്നുള്ളത്. ശരിക്കും അതായത് ഇപ്പോൾ ഒരു റിട്ടയർമെൻറ്റ് ലൈഫ് ആഗ്രഹിക്കുന്ന ഒരാൾ, അതായത് ഒരു സിറ്റിയിൽ ജീവിച്ച് ആ ഒരു സിറ്റിയുടെ ആംബിയൻസ് ഒക്കെ ആസ്വദിച്ച ആൾ ഇനിയിപ്പം കുറച്ചൊരു ഗ്രാമീണതയും കുറച്ചൊരു പച്ചപ്പും ഹരിതാപവും ഒക്കെ വേണമെന്ന് ചിന്തിക്കുമ്പോൾ 2 in 1 ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ് ശരിക്കും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലേ? തീർച്ചയായും. കാരണം നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ നമ്മുടെ ലൈഫിലെ ഓരോ സ്റ്റേജുകളും എൻജോയ് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ഡെസ്റ്റിനേഷൻസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു ഡെവലപ്പർ റെസ്പോൺസിബിലിറ്റി. ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഇത്തരം ഏറ്റവും മനോഹരമായ ഒരു വെന്യൂ ആണ് ഇവിടെ അതിനനുസരിച്ചിട്ടാണ് നമ്മളിതിൻ്റെ മാസ്റ്റർ പ്ലാനൊക്കെ സെറ്റ് ചെയ്ത് വെച്ചത്. അപ്പം ഓരോ മനുഷ്യൻ്റെയും അവരുടെ ജീവിതത്തിൻ്റെ ഓരോ സ്റ്റേജുകളും വളരെ ഭംഗിയായിട്ട് ആസ്വദിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരുപാട് ഫെസിലിറ്റീസ് ഞങ്ങൾ ഈ സിറ്റിയിൽ ഒരുക്കിയിട്ടുണ്ട്. ഇപ്പം നമുക്ക് പിന്നെ കുട്ടികൾക്ക് അവരുടെ സ്റ്റേജിലുള്ള കാര്യങ്ങൾ, മിഡിൽ ഏജ്, അതല്ലെങ്കിൽ ഒരു റിട്ടയർമെൻറ്റ് ലൈഫ്, ആ റിട്ടയർമെൻറ്റ് ലൈഫിൽ അവരുടെ ലൈഫ് ആസ്വദിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കമ്മ്യൂണിറ്റിയാണ് ഞങ്ങളിവിടെ ക്രിയേറ്റ് ചെയ്തത്. ആ കമ്മ്യൂണിറ്റിക്ക് അവർക്ക് ഏറ്റവും നല്ല ഗ്രാമീണ അന്തരീക്ഷത്തിലുള്ള ഒരുപാട് ഫെസിലിറ്റീസ്, നാച്ചുറൽ ആയിട്ടുള്ള ഒരുപാട് ഫെസിലിറ്റീസ്, അതോടൊപ്പം എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫെസിലിറ്റീസ്, ആഡ് ഓൺ കുറേ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ്. നമുക്കറിയാം നമ്മുടെ നഗരത്തിൽ നിന്നും ഏറ്റവും വളരെ എളുപ്പത്തിൽ ഈ ഒരു ഡെസ്റ്റിനേഷൻ ഇന്ന് നമുക്ക് 6 വരി പാതകൾ ഒരുപാട് വന്നതോടുകൂടി നമുക്ക് നഗരത്തിൽ നിന്നും അരമണിക്കൂർ ഡ്രൈവിൽ ഈ ഒരു സിറ്റിയിലെത്താൻ പറ്റും. അതോടൊപ്പം നമ്മളെ ഏറ്റവും മനോഹരമായ ഈ ഒരു പ്രകൃതി ഭംഗി, അതിൽ ഇപ്പോൾ ഇന്ന് തന്നെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ റോപ്പ് വേ 3 കിലോമീറ്റർ വരുന്ന റോപ്പ് വേ വരുന്നത് ഈ ഒരു നഗരത്തിനോട് ചേർന്നുകൊണ്ടാണ്. ഈ റോപ്പ് വേ വരുന്നതോടുകൂടി കോഴിക്കോട് സിറ്റിയും വയനാടും മെർജാവുകയാണ്. അതിൽ ഈ ഒരു സിറ്റി, ഞങ്ങളെ ഈ ഒരു പ്രോജക്റ്റിൻ്റെ പൊസിഷൻ ആ ഒരു റോപ്പ് വേനോട് ചേർന്ന് വരുമ്പോൾ ഇവിടുത്തെ റിയൽ എസ്റ്റേറ്റ് വാല്യൂ അപ്രിസിയേഷൻ, അതോടൊപ്പം ഇവിടെ താമസിക്കുന്ന എല്ലാ ആളുകൾക്കും ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡോടുകൂടിയുള്ള ഫെസിലിറ്റീസ് എൻജോയ് ചെയ്യാൻ കഴിയുകയാണ്. കൂടാതെ ഇവിടെ വയനാട് ടണൽ വരുന്നു. ആ ടണൽ പ്രോജക്റ്റും കൂടി വരുന്നതോടുകൂടി ഈ ഒരു ഏരിയ തന്നെ ഇന്ന് പുതിയ ഇന്ത്യയിലെ ഏറ്റവും മനോഹരമായ ഒരു പുതിയ നഗരമായി മാറിക്കൊണ്ടിരിക്കുകയാണ്.